പരിശുദ്ധ ഖുർആനിലുള്ള 2 സൂറത്തുകളാണ് വൈൽ എന്നുള്ള പദം, നാശം എന്നുള്ള പദം കൊണ്ട് ആരംഭിക്കുന്നത്. ഒന്ന് 83-ാമത്തെ അധ്യായം വൈലുല്ലിൽ മുത്തഫിഫീൻ, മറ്റൊന്ന് 104-ാമത്തെ അധ്യായം വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ശേഷം പറയുന്നത് അൽ ഊലാഫി അംവാലിന്നാസ്. ആദ്യത്തേത് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായിട്ട് ഹനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വസാനി അറാദിന്നാസ്. രണ്ടാമതായിട്ട് കടന്നു വരുന്നത് ജനങ്ങളുടെ മനുഷ്യന്റെ അഭിമാനം അത് അന്യായമായിട്ട് ക്ഷതപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നതാണ് 2-ാമത്തെ അധ്യായം. ഒന്ന് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, രണ്ടാമതായിട്ട് കടന്നു വരുന്നത് അഭിമാനമായിട്ട് ബന്ധപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് രണ്ടിനും ഇസ്ലാം നൽകിയ പവിത്രത നമുക്ക് അറിയാവുന്നതാണ്. അഭിമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 70-ാമത്തെ വചനത്തിൽ വലഖദ് കറംനാ ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയതാണ് മനുഷ്യന്റെ ആത്മാക്കളെ. ആ പവിത്രത അന്യായമായിട്ട് നശിപ്പിക്കാൻ ഒരാൾക്കും അധികാരമില്ല. പരിശുദ്ധ ഖുർആനിൽ വീണ്ടും ഏതെങ്കിലും ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നത് യഅ്കുല ലഹ്മ അഖീഹി മൈതൻ, ഒരാൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ ശവശരീരത്തെ ഭക്ഷിക്കുന്നതിന് സമാനാണ് ആ രൂപത്തിലുള്ള കാര്യങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും നിങ്ങൾ ഒരാളെ സംബന്ധിച്ച് അയാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഗീബത്തും നമീമത്തെല്ലാം പറഞ്ഞ് ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നാളെ മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത നിങ്ങളുടെ അമലുകൾ അതെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പകരമായിട്ട് നൽകുമെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് പല രൂപത്തിലായിട്ട് റസൂൽ നമ്മളെ ഉണർത്തിയതായിട്ട് കാണാൻ സാധിക്കും. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, അത് മനുഷ്യന്റെ അഭിമാനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് സൂചിപ്പിച്ചത് അത് സമ്പത്തിനെ സംബന്ധിച്ചാണ്. സമ്പത്ത് നമുക്കറിയാം, അതും അധ്വാനത്തിലൂടെ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ്. ഒരുപാട് വിലപ്പെട്ട നമ്മുടെ സമയമെല്ലാം ചെലവഴിച്ച് നമ്മൾ നേടിയെടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് സ്വന്തം മുതലിനെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ അക്രമിയോട് പൊരുതുന്നതിന് ഇടയിൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ പോലും അത് അയാൾ രക്തസാക്ഷിയാണെന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ചും അപ്പുറത്ത് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, അതിൽ പറയപ്പെട്ട അഭിമാനം എന്നുള്ളത് നമ്മുടെ നഫ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മറ്റേത് സമ്പത്താണ്. അംവാലി വല്ലംഫുസ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആ ഒരു കോമ്പിനേഷൻ കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് നമ്മുടെ സമ്പത്തും. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ മൊത്തത്തിൽ ഒരല്പം സമയമാണ്. ഹസൻ ബസീർ റഹിമഹുള്ളയുടെ മനോഹരമായിട്ടുള്ള പ്രസ്താവന ഓർക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, ഇബ്നു ആദം ഇന്നമാ അൻത അയ്യാം. ആദമിന്റെ മകനെ നീ എന്നുള്ളത് ഒരല്പം സമയമാണ്, നീ എണ്ണപ്പെട്ട ചില ദിനങ്ങൾ മാത്രമാണ്.